സ്വഭാവങ്ങളെയും ഞാൻ നിന്റെ സന്നിധിയിൽ യാഗമാക്കി തീർക്കുന്നു. എൻ്റെ വാശി, എൻ്റെ വൈരാഗ്യം, എൻ്റെ പിടിവാശി, എൻ്റെ ഈഗോ, കർത്താവേ, ഞാൻ ശ്രേഷ്ഠമെന്ന് കാണുന്ന പലതും. ആരാധന എന്ന് പറഞ്ഞാൽ ക്രമീകരണമാണ്. നമ്മൾ നമ്മളെ തന്നെ ക്രമീകരിക്കണം. ആദ്യം അബ്രഹാം തന്നെ ക്രമീകരിച്ചു. 2, തൻ്റെ കൂടെയുള്ളവരെ ഓർക്കാനും അവരെ ക്രമീകരിക്കാനും ഇടയായി തീർന്നു. സാഹചര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അതുകൊണ്ട് അബ്രഹാമിന്റെ ആരാധന ദൈവം പ്രസാദിച്ചു. ഈ ലോകത്തിൻ്റെതായ പ്രതാപങ്ങളോ, നമ്മുടെ വീടിന്റെ മഹത്വമോ, നമ്മുടെ കാറിന്റെ വലിപ്പമോ, നമ്മുടെ ആരോഗ്യസ്ഥിതിയോ, ഇതൊന്നും ഏതുമല്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ആരാധന കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പാനായിട്ടൊരു സാവകാശം കൂടെ ഭൂമിയിൽ കർത്താവ് നമുക്ക് നൽകി തരാനായിട്ടിടയായി തീർന്നു. ഇന്ന് നമ്മുടെ ആരാധനയുടെ മധ്യയുള്ള വചനധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായമാണ്. അതിൻ്റെ 5-ാം വാക്യം പ്രാരംഭമായി നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യം. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങിവരാം എന്നു പറഞ്ഞു. അബ്രഹാമിന്റെ ആരാധനയാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലെ പ്രധാന വിഷയമെന്ന് നമുക്കറിയാം. ഒരു ആരാധന എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു ഭാഗമാണ് ഈ അബ്രഹാമിന്റെ ആരാധന എന്ന് കാണാനായിട്ട് സാധിക്കും. ആദിമ മാതാപിതാക്കളായിരുന്ന ആദമും ഹവ്വയും എങ്ങനെയാണ് ദൈവത്തെ ആരാധിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിൽ എങ്ങും കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരുടെ മക്കളായിരുന്ന കയീനും ഹാബേലും ദൈവത്തിന് വഴിപാടുകൾ അർപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ആരാധന തുടങ്ങിയില്ല. അവിടെ യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ വഴിപാടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആദമിന്റെ മകനായ ശേത്തിന്റെ മകനായ ഏനോശിന്റെ കാലത്താണ് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി എന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലെ? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 26-ാം വാക്യം. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അപ്പോൾ അവിടെയാണ് ദൈവ വചനത്തിൽ പഴയ നിയമ ആരാധനകളുടെ തുടക്കം നമുക്ക് കാണാൻ കഴിയുന്നത്. ആദമും ഹവ്വയും എങ്ങനെ ദൈവത്തെ ആരാധിച്ചു എന്നുള്ളതിന്റെ ചരിത്രം കാണുന്നില്ല. തൻ്റെ മക്കളായ ഹാബേലും കയീനും വഴിപാടുകൾ അർപ്പിച്ചതായിട്ട് കാണാനായിട്ട് കഴിയുന്നു. ആദമിന്റെ മകനായ ശേത്തിന്റെ മകനായ ഏനോശിന്റെ കാലം മുതലാണ് ആരാധന തുടങ്ങിയത്. പിന്നീട് യഹോവയുടെ നാമത്തിലുള്ള ആരാധനകൾ വിവിധ നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. 22-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അബ്രഹാമിന്റെ ആരാധനയാണ് കാണാനായിട്ട് കഴിയുന്നത്. അതൊരു വലിയ മോഡൽ, അല്ലെ? ഒരു മാതൃക ആരാധനയായിരുന്നു എന്ന് ആ ആരാധന പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ആരാധന എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന് ദൈവീകമായ മഹത്വവും ബഹുമാനവും അർപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് ദൈവീകമായ ബഹുമാനവും മഹത്വവും നൽകുന്നതാണ് ആരാധന. ആരാധന എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ ഷഹാഹ് എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷഹാഹ് എന്നുള്ള വേർഡാണ്. ഷഹാഹ് എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം നമസ്കരിക്കുക എന്നുള്ളതാണ്. നമസ്കരിക്കുക, ആ വാക്കിൽ നിന്നാണ് നിസ്കാരമൊക്കെ വന്നത്. കാരണം ഈ സെമിറ്റിക് മതങ്ങളായിരിക്കുന്ന ജുഡായിസവും ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും, ഈ 3 സെമിറ്റിക് റിലീജിയനും അബ്രഹാമി മതങ്ങളായിട്ടാണ് ചരിത്രം അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബ്രഹാമിന്റെ പാരമ്പര്യത്തിൽ നിന്നാണ് ഈ 3 സെമിറ്റിക് മതങ്ങളും വന്നത്. അപ്പോൾ ഷഹാഹ് എന്നുള്ള എബ്രായ പദത്തിന്റെ അർത്ഥം നമസ്കരിക്കുക എന്ന, ബഹുമാനപൂർവം നെറ്റി തറയിൽ മുട്ടിച്ച് നമസ്കരിക്കുന്നതിനെയാണ് യഹൂദൻ ആരാധന എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലേ? യഹൂദന്റെ ആരാധന അവന്റെ നെറ്റി തറയിൽ ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ടാണ് യഹൂദൻ ആരാധിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിലേക്ക് വരുമ്പോൾ പ്രോസ് ഖുനേന എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഖുനേന എന്നുള്ള വാക്കിന്റെ അർത്ഥം ചുംബിക്കുക എന്നുള്ളതാണ്.
ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹത്തിൽ നിന്നും ചുംബിക്കുക. അപ്പം ഇതൊക്കെയാണ് ആരാധനയുടെ ഒരു പഠനമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അബ്രഹാമിൻ്റെ ആരാധന ഈ എല്ലാ അർത്ഥത്തിലും ദൈവത്തിന് പൂർണ്ണ ബഹുമാനം നൽകുന്നതായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയ നിയമ ആരാധനയിലേക്ക് വന്നപ്പോൾ പഴയ നിയമ രീതികളെല്ലാം മാറി അല്ലേ? ആരാധനയുടെ പോസ്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഘടനയ്ക്കൊക്കെ മാറ്റം വന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താണ് ആരാധന? സ്തുതി, സ്തോത്രയാഗങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നതാണ് ആരാധനയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് അബ്രഹാമിൻ്റെ ആരാധന, ഞാൻ എപ്പോഴും പഴയ നിയമത്തിൽ സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത് പോലെ, അതൊരു നിഴലും പുതിയ നിയമം അതിൻ്റെ പൊരുളുമാണ് എന്ന് കാണാം. അബ്രഹാമിൻ്റെ ആരാധനയിൽ 7 കാര്യങ്ങൾ നമുക്ക് പ്രധാനമായും ദർശിക്കാനായിട്ട് സാധിക്കും. അതെല്ലാം പുതിയ നിയമ ആരാധനയുടെ നിഴലുകളായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. ഒന്നാമത് എന്താ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്? അബ്രഹാമിൻ്റെ ആരാധനയിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു അല്ലെ? 22-ാം അധ്യായം അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുന്നതായിട്ടാണ് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. അതിന് ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത് ഒരാരാധകന് വേണ്ടുന്നത് എന്താണ് എന്ന് അബ്രഹാം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. ആരാധനയിൽ സമർപ്പണം ആവശ്യമാണ് അല്ലേ? സമ്പൂർണ്ണ സമർപ്പണം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് ആരാധന. പഴയ നിയമ ആരാധനകളെല്ലാം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ നിന്നാണ് അത് ഉടലെടുക്കാനായിട്ടിടയായിത്തീരുന്നത്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു, അല്ലെങ്കിൽ ഒരു വലിയ പ്രയാസത്തിലൂടെ, പരിശോധനയിലൂടെ അബ്രഹാം കടന്നു പോകാനായിട്ടിടയായി തീർന്നു. അബ്രഹാമും ദൈവവുമായിട്ടുണ്ടായിരുന്ന ബന്ധം എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠമാണ് അല്ലേ? അബ്രഹാമിന് പല പേരുകളുണ്ട്. അബ്രഹാം എന്നായിരുന്നു ആദ്യം പേര്. പിന്നെ നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് പറഞ്ഞ് അബ്രഹാം എന്ന പേര് നൽകി. വിശ്വാസികളുടെ പിതാവ് എന്നുള്ള പേര് അബ്രഹാമിന് കാണാനായിട്ട് സാധിക്കും. ചില ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് അബ്രഹാമിനെ വിളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ദൈവവുമായിട്ട് ഉറ്റ സമ്പർക്കമുണ്ടായിരുന്നതായ, ദൈവത്തോട് സംസാരിക്കുന്നതായ, ദൈവത്തിൻ്റെ മഹത്വം കണ്ടതായ, ദൈവത്തിൻ്റെ ഷെക്കേന നേരിട്ട് കണ്ടതായ വ്യക്തികളിൽ ഒരാളാണ് അബ്രഹാം എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെയുള്ള അബ്രഹാമിനെ ദൈവം തൻ്റെ സ്നേഹം എങ്ങനെയാണ്, അബ്രഹാമിന് ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് അബ്രഹാമിനെ എന്ത് ചെയ്തത്? ദൈവം അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് അബ്രഹാമിൻ്റെ മറുപടിയാണ് എന്നെ ചിന്തിപ്പിക്കാനായിട്ടിടയായി തീർന്നത്. എന്താണ് അബ്രഹാം മറുപടി പറയുന്നത്? ബൈബിളുള്ളവരോ നോക്കിയേ. എന്താ? ഞാനിതാ എന്ന് പറഞ്ഞു അല്ലേ? ഹിയർ ഐ ആം, കർത്താവേ ഞാനിതാ. അപ്പോൾ അവൈലബിലിറ്റിയാണ് ആരാധന എന്ന് പറയുന്നത്. എന്താണ് അവൈലബിലിറ്റി? അല്ലെങ്കിൽ ആരാധനയിൽ സമർപ്പണം വേണം. അബ്രഹാമിൻ്റെ ആരാധന എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നതായ ഒരു വലിയ ആത്മീയ സത്യം എന്ന് പറയുന്നത്, സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് ദൈവത്തിന് എല്ലാ മഹത്വവും ബഹുമാനവും നൽകുവാൻ, സ്തുതി സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുവാനായിട്ട് അവൈലബിൾ ആയിട്ട് കടന്നു വരുന്നതിനെയാണ് ആരാധന എന്ന് വിശേഷിപ്പിക്കാനായിട്ടിടയായിത്തീരുന്നത്. അത് പഴയ നിയമത്തിലാണെങ്കിലും അത് പുതിയ നിയമത്തിലാണെങ്കിലും അവൈലബിലിറ്റിയാണ്. കർത്താവേ ഞാനിതാ. ഈ വാക്ക് 2 പ്രാവശ്യം ഈ അധ്യായത്തിൽ ആവർത്തിക്കുന്നത് കാണാനായിട്ട് കഴിയും. 2 പ്രാവശ്യം അബ്രഹാമിനെ ദൈവം വിളിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ. ആ 2 പ്രാവശ്യവും അബ്രഹാമിന്റെ മറുപടിയാണ് എന്നെ ചിന്തിപ്പിക്കാനായിട്ടിടയായിത്തീർന്നത്. ഞാനിതാ എന്ന് പറയാനായിട്ടിടയായിത്തീർന്നു അല്ലേ? അബ്രഹാം വലിയ തിരക്കുള്ള മനുഷ്യനാണ്, ധാരാളം മൃഗസമ്പത്തുള്ള ആളാണ്, ഒത്തിരി കൃഷികാര്യങ്ങൾ നോക്കാനുള്ള ആളാണ്, ധാരാളം ദാസീദാസന്മാരുള്ള ആളാണ്, ഒത്തിരി അടിമകളും ഒരു വലിയ ജനസമൂഹം തൻ്റെ ചുറ്റുമുണ്ട്, അല്ലെങ്കിൽ തന്നോട് കൂടിയുണ്ട്. ഒരു വലിയ ജനസമൂഹത്തിൻ്റെ ലീഡറാണ്, വളരെ തിരക്കുള്ള ആളാണ്, ഒരു വലിയ ജനസമൂഹത്തെ മുഴുവൻ നയിച്ചു കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ ആ തിരക്കിൻ്റെ മധ്യേയും ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിൻ്റെ മറുപടിയാണ് ഞാനിതാ. ഹിയർ ഐ ആം, കർത്താവേ ഞാനിതാ, ഞാൻ അവൈലബിൾ ആണ്. നിന്റെ വിളിക്ക്, നിന്റെ വാക്കുകൾക്ക്, നീ പറയുന്നത് കേൾക്കാനായിട്ട്, നീ പറയുന്ന ശബ്ദം ശ്രദ്ധിക്കാനായിട്ട് ഞാൻ അവൈലബിൾ ആണ് എന്ന് പറയുന്നതായ അബ്രഹാമിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത്, ആരാധനയിൽ ആരാധകർക്ക് സമർപ്പണം ഉണ്ടായിരിക്കണം അല്ലേ? അവൈലബിൾ ആയിരിക്കണം. നമ്മുടെ ചെവി, നമ്മുടെ നാഥനായിരിക്കുന്ന കർത്താവ് നമ്മെ ആത്മീയ വിഷയങ്ങൾക്കായിട്ട് വിളിക്കുമ്പോൾ ഹിയർ ഐ ആം എന്ന് പറഞ്ഞ് വിളി കേൾക്കാനുള്ള ഒരു അവൈലബിലിറ്റി, ഒരു സമർപ്പണം
ആവശ്യമാണ്. സമർപ്പണം ആവശ്യമാണ് എന്നുള്ളത് അബ്രഹാമിൻ്റെ ആരാധന മാത്രമല്ല നമ്മെ പഠിപ്പിക്കുന്നത്. അവർ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അത് പുതിയ നിയമസഭയെ പഠിപ്പിക്കാനായിട്ടിടയായി തീർന്നു. റോമാലേഖനം 12-ാം അധ്യായം 1-2, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പോൾ സമർപ്പണമാണ് ആരാധന എന്ന് പുതിയ നിയമ അപ്പോൾ എന്താണ് ആരാധന? സമർപ്പണമാണ് അല്ലേ സഹോദരന്മാരെ. ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ആ ജീവനും വിശുദ്ധിയും എന്നുള്ളിടത്തേക്ക് നമ്മൾ വീണ്ടും മടങ്ങി വരുന്നതാണ്. അപ്പോൾ ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവൈലബിലിറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും കർത്താവ് ആരാധനയ്ക്കായി വിളിച്ചിരിക്കുന്നു. നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് കമ്മിറ്റ്മെൻറ്റോടുകൂടെ കടന്നു വന്നിട്ടുള്ളവരാണ്. നമുക്ക് കർത്താവെ ഞാൻ അവൈലബിൾ ആണ്, ഹിയർ ഐ ആം എന്ന് പറയാനുള്ള ഒരു അവൈലബിലിറ്റി നമ്മുടെ ജീവിതത്തിലുണ്ടോ? എല്ലാ ആത്മീയ കാര്യങ്ങളിലും നമുക്ക് കർത്താവെ ഞാൻ അവൈലബിൾ ആണ്. അബ്രഹാം വളരെ തിരക്കുള്ളവരായിരുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ വളരെ തിരക്കാണ് കർത്താവെ, എനിക്ക് പല കാര്യങ്ങൾ നോക്കാനുണ്ട്, പല വിഷയത്തിൻ്റെ പുറകെയാണ് ഞാൻ, അല്ലേ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ പലർക്കും വരാൻ സമയമില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആത്മീയ വിഷയത്തിന് മധ്യേ പലർക്കും സമയമില്ല. അബ്രഹാമിനെ നോക്കി, അബ്രഹാം ഒരു വലിയ ജനസമൂഹത്തിൻ്റെ ലീഡറാണ്. പക്ഷേ ദൈവം എപ്പോഴെല്ലാം അബ്രഹാമിനെ വിളിച്ചിട്ടുണ്ടോ ആ ഭാഗങ്ങളെല്ലാം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അബ്രഹാമിൻ്റെ മറുപടി ഞാനിതാ, ഹിയർ ഐ ആം. കർത്താവേ, നീ എത്ര വലിയ ടാസ്ക് എന്നെ ഏൽപ്പിച്ചാലും അത് ചെയ്യാനുള്ള ഒരുക്കം എൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് അബ്രഹാം പറയാനായിട്ട് ഇടയാകുന്നത്. രണ്ടാമത്തെ കാര്യം, ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ 2-ാം വാക്യം 22-2 ആരെങ്കിലും വായിച്ചേ. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്തു ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഒന്ന്, സമർപ്പണമാണ് ആരാധന എന്ന് പഠിപ്പിച്ചു. 2, അബ്രഹാമിൻ്റെ ആരാധന എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, നാം സ്നേഹിക്കുന്നതിനെ യാഗം കഴിക്കുന്നതാണ് ആരാധന, അല്ലേ? ഇപ്പോൾ വായിച്ചല്ലോ, എന്താ വായിച്ചത്? അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് എന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് പറഞ്ഞു. അപ്പൊ നീ സ്നേഹിക്കുന്നതിനെ യാഗം കഴിക്കുന്നതാണ് ആരാധന. അബ്രഹാമിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് സ്വാഭാവികമായും ഇസ്ഹാക്കിനോട് തന്നെയാണ്. വാഗ്ദത്ത പ്രകാരം ജനിച്ചതായ പുത്രൻ, തനിക്ക് 100 വയസ്സുള്ളപ്പോൾ ജനിച്ചതായ വാഗ്ദത്ത സന്തതി, അല്ലേ? കാത്തിരുന്ന് പ്രാപിച്ചതായ ദൈവത്തിൻ്റെ ഗിഫ്റ്റ്. ഈ നിലയിലെല്ലാം തനിക്ക് ഏറ്റവും പ്രിയമായതാണ്, തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇസ്ഹാക്ക്. അതുകൊണ്ട് തന്നെ അബ്രഹാമിനോട് ദൈവം പറയുന്നത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ, നീ സ്നേഹിക്കുന്നതിനെ യാഗം കഴിക്കുന്നതിനെയാണ് ആരാധന എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. നമ്മളൊക്കെ സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നത് ആരെയാണ്? നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്, അല്ലേ? നമ്മളെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വാശിയും, അല്ലേ, ഈഗോയും, അല്ലെങ്കിൽ പിടിവാശിയും നിർബന്ധ ബുദ്ധിയും ദേഷ്യവും എല്ലാം കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഏറ്റവും സ്നേഹം നമ്മളോട് തന്നെ ആയതുകൊണ്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാനായിട്ടിടയായിത്തീരുന്നത് നാം സ്നേഹിക്കുന്നതിനെ യാഗം കഴിക്കാനായിട്ട് ഇടയായിത്തീരണം. ഒരിക്കലും യഹോവയാം ദൈവം ഇസ്ഹാക്കിനെ യാഗമാക്കി തീർക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ലേവ്യ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നുണ്ട്, നരബലി പാപമാണ്, അത് ചെയ്യരുത് എന്ന് ഇസ്രായേലിനെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ കർത്താവ് തന്നെയാണ്. എവിടെയാണ് നമ്മൾ വായിക്കുന്നത്? ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗം വായിച്ചേ. ലേവ്യ പുസ്തകം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളിലോ ഇസ്രായേലിൽ വന്ന് പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തന്റെ സന്തതിയിൽ ഒന്നിനെ മോലക്കിന് കൊടുത്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. മൊത്തം വായിക്കണമെന്നില്ല. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇസ്രായേൽ മക്കളോ പരദേശികളായി വന്നു പാർക്കുന്ന ആരെങ്കിലും തൻ്റെ
മക്കളെ സന്തതിയിൽ ഒന്നിനെ മോലോക്കിന് കൊടുത്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ദേശത്തിലെ ജനം അവനെ കല്ലെറിയണം. ഇതാണ് ലേവ്യ നിയമം. അപ്പോൾ ദൈവം തന്നെ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്തതായ നിയമമാണ് സന്തതിയെ യാഗം കഴിക്കരുത് എന്നുള്ളത്, അല്ലേ? സന്തതിയെ യാഗം കഴിക്കരുത് എന്നുള്ളത് ദൈവം തന്നെ ലേവ്യ നിയമത്തിൽ വളരെ വ്യക്തമായി ഓർപ്പിച്ചിട്ടുള്ളതാ. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാ യഹോവ നീ സ്നേഹിക്കുന്നതിനെ യാഗം കഴിക്കാനായിട്ട് പറഞ്ഞത്? അബ്രഹാം അക്ഷരികമായി ഇസ്ഹാക്കിനെ ഒരു ബലിവസ്തുവായി ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല. അബ്രഹാമിനെയും അബ്രഹാമിലൂടെ എന്നെയും നിങ്ങളെയും ദൈവം പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം സ്നേഹിക്കുന്നതിനെ, അല്ലേ? നിന്റെ മനസ്സിൽ നീ ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കാനായിട്ടിടയായി തീരണം. നീ അക്ഷരികമായി അത് ചെയ്തില്ല എങ്കിലും, നീ അക്ഷരികമായി ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ കിടത്തി കത്തിക്കൊണ്ട് അറുത്തില്ല എങ്കിലും, നിന്റെ മനസ്സിൽ നീ ഇസ്ഹാക്കിനെ യാഗമാക്കി തീർക്കാനായിട്ടിടയായി തീരണം. അബ്രഹാമിലൂടെ ദൈവം എന്നെ നിങ്ങളെ പഠിപ്പിക്കാനായിട്ടിടയായി തീരുന്നത് എന്താണ്? നമ്മൾ സ്നേഹിക്കുന്നതിനെ, അല്ലേ? കർത്താവ് അത് വ്യക്തമായി ദൈവം അവിടെ പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ യാഗം കഴിയും. നീ സ്നേഹിക്കുന്നതിന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഏറ്റവും സ്നേഹിക്കുന്നതിന് ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൻ്റെ യാഗശാലയിൽ ഒരു ഹോമയാഗമായി അർപ്പിക്കുവാനായിട്ട്, ഹോമയാഗം കഴിക്കുക എന്ന് പ്രത്യേകിച്ച് പറയാനായിട്ടിടയായി തീർന്നു. എങ്ങനെയാ ഹോമയാഗം അർപ്പിക്കുന്നത്? യാഗവസ്തുവിനെ യാഗപീഠത്തിൽ കിടത്തി, അല്ലേ, അതിനെ കത്തികൊണ്ട് അറുത്ത് ദഹിപ്പിച്ചാണ് അത് ദഹനയാഗമായി തീരുമ്പോഴാണത് ഹോമയാഗമായി തീരാനായിട്ട് ഇടയായിത്തീരുന്നത്. ആ ദഹനയാഗം അല്ലെങ്കിൽ ഹോമയാഗം അത് ദഹിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സൗരഭ്യവാസന സ്വർഗത്തോളം എത്തുന്നു എന്നുള്ളതാണ് പഴയ നിയമ ഭക്തന്റെ വിശ്വാസം. ആ സൗരഭ്യവാസന മണത്താണ് ദൈവം അവനെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഹോമയാഗം ദഹനയാഗമായി തീരാനായിട്ട് ഇടയായിത്തീരണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ നിഴലല്ല, അതിൻ്റെ പൊരുളാണ് പ്രാധാന്യം. എന്താണ് പൊരുള്? ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ ഒരു ദഹന വസ്തുവായി നമുക്ക് തീരാനായിട്ട് ഇടയായിത്തീരണം. കർത്താവേ, ഞാൻ എന്നെ യാഗമാക്കി തീർക്കുന്നു. എൻ്റെ എല്ലാ സ്വഭാവങ്ങളെയും ഞാൻ നിന്റെ സന്നിധിയിൽ യാഗമാക്കി തീർക്കുന്നു. എൻ്റെ വാശി, എൻ്റെ വൈരാഗ്യം, എൻ്റെ പിടിവാശി, എൻ്റെ ഈഗോ, കർത്താവേ, ഞാൻ ശ്രേഷ്ഠമെന്ന് കാണുന്ന പലതും ഞാൻ ദഹനയാഗമായി ഹോമയാഗമായി അർപ്പിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. കാരണം ഈ ലോകത്തിൽ ഞാനും നിങ്ങളും എത്ര നിസ്സാരന്മാരാകുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ആ സംഭവങ്ങളാണ് നടക്കുന്നത്, അല്ലേ? 36-ാം വയസ്സിൽ എയർക്രാഫ്റ്റ് വാങ്ങിച്ച CJ റോയ്, അദ്ദേഹത്തിന് റോൾസ് റോയ്സ് തന്നെ 12 എണ്ണം ഉണ്ടായിരുന്നു. റോൾസ് റോയ്സ് കാറുകൾ, ഒരു കാറിന് തന്നെ കോടികൾ വിലയുള്ളതാണ്. അങ്ങനത്തെ 12 കാറുകൾ അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ കീഴിൽ ശേഖരണത്തിലുണ്ട്. BMW 10-ലധികം. 36 വയസ്സുള്ളപ്പോൾ അദ്ദേഹം എയർക്രാഫ്റ്റ് വാങ്ങിച്ചു, അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് സഞ്ചരിക്കാനായിട്ട്. കോടികളുടെ ആസ്തി. പക്ഷേ ഒരു വെടിയുണ്ടയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതം തീർന്നു. കാരണം എന്തുകൊണ്ടാണ്? അത്രയേ ഉള്ളൂ, അല്ലേ? അത്രയേ ഉള്ളൂ. ഈ സമ്പാദിച്ചിരിക്കുന്ന കോടികളോ, ഈ നേടിയെടുക്കുന്ന വസ്തുവകകളോ, ഈ ലോകത്തിൻ്റെതായ പ്രതാപങ്ങളോ, നമ്മുടെ വീടിൻ്റെ മഹത്വമോ, നമ്മുടെ കാറിൻ്റെ വലിപ്പമോ, നമ്മുടെ ആരോഗ്യസ്ഥിതിയോ, ഇതൊന്നും ഏതുമല്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ആരാധന കടന്നു വരുന്നത്, അല്ലേ? അബ്രഹാമിൻ്റെ ആരാധന അതാണ് കാണിക്കാനായിട്ടിടയായിത്തീർന്നത്. ദൈവം അബ്രഹാമിനെയും അബ്രഹാമിലൂടെ എന്നെയും പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നീ സ്നേഹിക്കുന്നതിനെ നീ യാഗമാക്കി ദഹനയാഗമാക്കി തീർക്കാനായിട്ട് ഇടയായി തീരുമ്പോഴാണ് നിന്റെ ആരാധനയിൽ ദൈവത്തിന് പ്രസാദിക്കാനായിട്ട് കഴിയുന്നത്. നീ സ്നേഹിക്കുന്നതിനെ, അല്ലേ? നമ്മുടെ വാശികളെ, നമ്മുടെ വൈരാഗ്യങ്ങളെ, നമ്മുടെ ഈഗോകളെ എല്ലാറ്റിനെയും കർത്താവേ ഞാനിതാ സമ്പൂർണമായി ഏൽപ്പിച്ചു തരുന്നു, അതിനെ യാഗവസ്തുവായിട്ട് ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സഹോദരന്മാരെ, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തോട് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം, അല്ലേ? ദൈവഹിതം എന്താണ് എന്നെ കുറിച്ചുള്ളത്? എന്നെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവം എന്നെ എന്തിനാണ് ആക്കി വെച്ചിരിക്കുന്നത്?
ഈ സമൂഹത്തിൽ എന്തിനാക്കി വെച്ചിരിക്കുന്നത്? സഭയിൽ എന്തിനാക്കി വെച്ചിരിക്കുന്നത്? എന്നെ ശുശ്രൂഷയിൽ എന്തിനാക്കി വെച്ചിരിക്കുന്നത്? ഞാനായിരിക്കുന്ന സ്ഥാനത്ത് എന്നെ ദൈവം എന്തിനാക്കി വെച്ചിരിക്കുന്നത്? എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? ഞാൻ എന്നെ യാഗം കഴിക്കാനായിട്ട്, ഞാൻ സ്നേഹിക്കുന്നതിനെ യാഗം കഴിക്കാനായിട്ടിടയായി തീരുമ്പോഴാണ് ആരാധന ഫലവത്തായി തീരുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ കാണിക്കുന്നു. മൂന്നാമത്തേത് രണ്ടാം വാക്യത്തിൽ തന്നെ 22-ൽ. അപ്പോൾ ഒന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു, സമർപ്പണമാണ് ആരാധന എന്ന് അബ്രഹാമിൻ്റെ ആരാധന നമ്മെ പഠിപ്പിക്കുന്നു. അവൈലബിലിറ്റിയാണ് ആരാധന. 2, നാം സ്നേഹിക്കുന്നതിനെ യാഗം കഴിക്കുന്നതാണ് ആരാധന. 3, രണ്ടാം വാക്യത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാം. ഒരു മലയിൽ, അല്ലേ? ദൈവം കാണിക്കുന്ന സ്ഥലത്ത് ആരാധിക്കണം. എവിടെയെങ്കിലും ആരാധിച്ചാൽ പോരാ, എങ്ങനെയും ആരാധിച്ചാൽ പോരാ. അബ്രഹാമിനെ ദൈവം പഠിപ്പിക്കാനായിട്ടിടയായിത്തീരുന്ന ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതായ മലയിൽ, ഒരു മലയിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്, പേരൊന്നും പറഞ്ഞില്ല. നീ പോവുക, നീ യാഗം കഴിക്കേണ്ട മല എത്തുമ്പോൾ ഞാൻ നിന്നെ അത് കാണിക്കും, അല്ലേ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താണ്? ദൈവവചനം കൽപ്പിക്കുന്നിടത്താണ്, അല്ലെങ്കിൽ ദൈവവചനം പ്രമാണിക്കുന്നിടത്താണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവം കാണിക്കുന്നതെന്ന് പറയുന്നത് ദൈവവചനം നമ്മെ ലീഡ് ചെയ്യുന്ന പ്രകാരം നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇടയായിത്തീരണം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 21-ാം വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണല്ലോ. യോഹന്നാൻ 4:21. അവിടെ നമ്മൾ സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല. ശമരിയ സ്ത്രീയോട് കർത്താവ് പറയുകയാണ്, സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പുതിയ നിയമ ആരാധനയാണ് ദൈവം ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലേ? അവിടെ 20-ാം വാക്യത്തിൽ, അതിൻ്റെ 20-ാം വാക്യത്തിൽ അവർ പാരമ്പര്യത്തെക്കുറിച്ച് പറയാനായിട്ടിടയായിത്തീർന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. അവൾ പറഞ്ഞു, അവളുടെ പാരമ്പര്യമാണ് പറയുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ പാരമ്പര്യം, അല്ലേ? നമ്മളെല്ലാം പലപ്പോഴും പല പാരമ്പര്യത്തിലും ഒക്കെ പുകഴുന്നവരാ. പാരമ്പര്യപ്രകാരം ആ പാരമ്പര്യം വിട്ടു വന്നവരാണ് ഇന്ന് ഇവിടെ ദൈവത്തെ ആരാധിക്കാനായിട്ടിടയായിത്തീരുന്നത്. ശമരിയാസ്ത്രീ പറയുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ട സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ യഹൂദന്മാർ പറയുന്നു യെരുശലേമിലാണ് നമസ്കരിക്കേണ്ടതെന്ന്. എന്നാൽ ഈ മലയിലാണ് ഞങ്ങൾ ശമര്യർ ദൈവത്തെ ആരാധിച്ചിരുന്നത്. കർത്താവ് പറഞ്ഞു, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, പിന്നെ എവിടെ ആരാധിക്കേണ്ടത്? സത്യനമസ്കാരികൾ പിതാവിനെ 23 സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു, അല്ലേ? അതാ നമ്മുടെ ആരാധന. സത്യനമസ്കാരികൾ പിതാവിനെ എങ്ങനെയാണ്? സ്ഥലത്തിന് പ്രാധാന്യമില്ല, കെട്ടിടത്തിന് പ്രാധാന്യമില്ല, ആ സാഹചര്യങ്ങൾക്ക് പ്രാധാന്യമില്ല. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും പരിശുദ്ധാത്മ നിറവിലും സത്യത്തിലും, ട്രൂത്ത്, അല്ലേ? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ സത്യമാകുന്നു, ഐ ആം ദ ട്രൂത്ത്. ഞാൻ സത്യമാകുന്നു, ഐ ആം ദ ലൈറ്റ്. ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ സത്യമാകുന്നു എന്ന് പറഞ്ഞ കർത്താവിൽ ആത്മാവിൻ്റെ നിറവോടുകൂടെ ആരാധിക്കുന്നതാണ് പുതിയ നിയമ ആരാധന. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് അവൈലബിലിറ്റിയാണ് എന്ന് അബ്രഹാമിൻ്റെ ആരാധന നമ്മെ പഠിപ്പിക്കുന്നു. 2, നാം സ്നേഹിക്കുന്നതിനെയാണ് യാഗം കഴിക്കേണ്ടത് എന്ന് അബ്രഹാമിൻ്റെ ആരാധന നമ്മളെ പഠിപ്പിക്കുന്നു. 3, ദൈവം കാണിക്കുന്ന സ്ഥലത്ത് ആരാധിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം കാണിക്കുന്ന സ്ഥലത്താണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇനി അതിൻ്റെ 3-ാം വാക്യം 22-3, ഉൽപ്പത്തി പുസ്തകം 22-3. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി, ബാല്യക്കാർ 2 പേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന്. ആരാധനയ്ക്ക് ഒരുക്കം ആവശ്യമാണ് എന്ന് എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് അബ്രഹാമിൻ്റെ ആരാധന, അല്ലേ? ആരാധനയ്ക്ക് ഒരു ഒരുക്കം ആവശ്യം. അബ്രഹാമിൻ്റെ ആരാധനയൊന്ന് ശ്രദ്ധിച്ചേ. 4 ഒരുക്കങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഒരുക്കത്തിൻ്റെ 4 പടികൾ അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്തെല്ലാമാണ്? 1, അതികാലത്ത് എഴുന്നേറ്റു.
കോപ്പ് കെട്ടി. കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടുവാനായിട്ട് കഴുതയെ ഒരുക്കി. 3 ബാല്യക്കാരെയും മകനെയും തയ്യാറാക്കി ഒരുക്കി. 3 വിറക് 4 വിറക് കീറി എടുത്തു. പുറപ്പെട്ടു. ആരാധനയ്ക്ക് ഒരുക്കം ആവശ്യം. നമ്മൾ ഒരുക്കത്തോടെയാണോ ദൈവസന്നിധി വരുന്നത്? നമ്മൾ ഇവിടെ വന്ന് വിറക് കീറുന്നവരാ അല്ലേ? ഇവിടെ വന്നിട്ടാണ് നമ്മൾ ആ വിറകൊക്കെ കീറി ശരിക്കും ആരാധനയ്ക്ക് ഒരുങ്ങുന്നത്. അബ്രഹാമിനെ കുറിച്ച് പറയുന്ന അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു. പണ്ട് ഗ്രാമങ്ങളിലൊക്കെയുള്ള പെന്തക്കോസ് ആരാധനകളിലൊക്കെ ഈ സാക്ഷ്യം പറയുന്ന ഒരു പതിവുണ്ട്. സാക്ഷ്യം എല്ലാ ആഴ്ചയും അതൊരു 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ചടങ്ങായിരുന്നു. പഴയ പെന്തക്കോസ് ആരാധനയിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാം. ആദ്യത്തെ പാട്ടും പാസ്റ്ററുടെ സങ്കീർത്തന പ്രബോധനവും കഴിഞ്ഞാൽ സാക്ഷ്യത്തിൻ്റെ സമയം. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ചില സഭകളിൽ സാക്ഷ്യമുണ്ട്. അത് പിന്നെ ഒരു ചടങ്ങായി മാറിയപ്പോൾ ഇപ്പം മിക്കവാറും ഗ്രാമപ്രദേശങ്ങളിലും ആ പതിവ് നിർത്തി, ആ സാക്ഷ്യത്തിൻ്റെ ചടങ്ങൊക്കെ നിർത്തി. അതെങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരുന്നതെന്ന് അറിയാമോ? അവിടെ വന്നിട്ട് ഒരാൾ സാക്ഷ്യം തുടങ്ങുമ്പോഴാണ് അടുത്ത ആൾ ബൈബിൾ എടുത്തിട്ട് ഇന്ന് എന്നെ സന്തോഷിപ്പിച്ച വാക്യം അവിടെ ഉൽപ്പത്തി മുതൽ ഇങ്ങനെ തപ്പും, സങ്കീർത്തനത്തിലൂടെയൊക്കെ തപ്പും, പുതിയ നിയമത്തിലൂടെയൊക്കെ തപ്പും. അവിടെ വന്നിരുന്നാണ് ഇന്ന് എന്നെ സന്തോഷിപ്പിച്ച വചനം എന്ന് പറഞ്ഞ് അത് വായിച്ചായിരിക്കുന്നത്. അവിടെ വന്നിരുന്ന വിറകൊക്കെ കീറി ഒരുക്കുന്നത് അല്ലേ? നമ്മളിൽ പലരും അങ്ങനെയാ. ഇവിടെ ആരാധനയ്ക്ക് ഒരുക്കം ആവശ്യമാണ്. അബ്രഹാമിന്റെ ആരാധനയെ നോക്കി നമ്മൾ. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു. അതികാലത്ത് എഴുന്നേറ്റത് കൊണ്ട് തന്നെ അബ്രഹാമിന് കൃത്യസമയത്ത് ആരാധനയ്ക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവം കാണിച്ച മലയിൽ കൃത്യമായിട്ട് അബ്രഹാമിന് എത്താനായിട്ട് സാധിച്ചു അല്ലേ? നമ്മളൊക്കെ ആരാധനയ്ക്ക് വരുന്ന സമയം എപ്പോഴാണെന്ന് നോക്കി. ആരും വേറൊരാളെ നോക്കരുത്. ഞാൻ എത്ര മണിക്ക് ആരാധനയ്ക്ക് വരുന്നതെന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കൂടുമ്പോൾ കർത്താവേ പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ പ്രാർത്ഥിക്കും, കർത്താവേ എല്ലാവരെയും തക്ക സമയത്ത് കൂട്ടിക്കൊണ്ടുവരണമേ. 10 മണിക്ക് ആരാധനയാണ്. ആ പാസ്റ്റർ 10:15 പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നത് അല്ലേ ഞാനടക്കം, കർത്താവ് എല്ലാവരെയും തക്ക സമയത്ത്. ഏതാ ഈ തക്ക സമയം അല്ലേ? ചിലരുടെ തക്ക സമയം 10:15, ചിലരുടെ തക്ക സമയം 10:30, ചിലരുടെ തക്ക സമയം 10:45, 11 മണിക്ക് തക്ക സമയമുള്ള ആളുകളും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതായ യാഥാർത്ഥ്യം. അബ്രഹാമിന്റെ ആരാധന ശ്രദ്ധിക്കാൻ പ്രിയപ്പെട്ടവരെ. അവൻ അതികാലത്ത് എഴുന്നേറ്റു, കഴുതയെ ഒരുക്കി, ബാല്യക്കാരെ ഒരുക്കി, മകനെ ഒരുക്കി, വിറക് കീറിയെടുത്തു. ഒരു ഒരുക്കം ആവശ്യമാണ് നമുക്ക്. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന് 30 മുതലുള്ള വാക്യങ്ങളിൽ ഏലിയാവിന്റെ ആരാധനയൊന്ന് ശ്രദ്ധിച്ച്. അവിടെ ഏലിയാവിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കാനിടയായി തീർന്നതും അബ്രഹാമിന്റെ ആരാധനയ്ക്ക് ആ ആടിനെ ദൈവം ഒരുക്കിയതിൻ്റെയും എല്ലാം കാരണം ഈ ഒരുക്കത്തോടുകൂടി ക്രമീകരണം, ദ പ്രിപ്പറേഷൻ. അതാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ക്രമീകരണത്തിലേക്ക് വരണം അല്ലേ? ക്രമീകരണം, പ്രിപ്പറേഷൻ. ആരാധന എന്ന് പറഞ്ഞാൽ ക്രമീകരണമാണ്. നമ്മൾ നമ്മളെ തന്നെ ക്രമീകരിക്കണം. ആദ്യം അബ്രഹാം തന്നെ ക്രമീകരിച്ചു. 2 തൻ്റെ കൂടെയുള്ളവരെ ഓർക്കാനും അവരെ ക്രമീകരിക്കാനും ഇടയായി തീർന്നു. സാഹചര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അതുകൊണ്ട് അബ്രഹാമിന്റെ ആരാധന ദൈവം പ്രസാദിച്ചു. ഇനി നമ്മൾ ഏലിയാവിന്റെ ആരാധനയെ വായിക്കുമ്പോഴും 18-ാം അധ്യായത്തിന്റെ 30 മുതൽ 33 വരെയുള്ള ഭാഗം ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാ, എങ്കിലും വായിക്കാം. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവിൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. അവൻ ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. 1-ാമത്തെ ഒരുക്കം. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോവിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലുകളെ തിരഞ്ഞെടുത്തത്. 2-ാമത്തെ ഒരുക്കം വായിച്ചു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം ആ കല്ലുകൾ ക്രമീകരിച്ച് ഒരു ഹോമയാഗപീഠം ഒരുക്കിയത്. 3-ാമത്തെ ഒരുക്കം. യാഗപീഠത്തിന്റെ ചുറ്റും 2 സെയാവിത്ത് വിതയ്പ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ട്. ഒരു വലിയ തോട് അല്ലേ? തൂമ്പയൊക്കെ കൊണ്ടുവന്ന ഒരു വലിയ തോട്. 2 സെയാ വിത്ത് വിതപ്പാൻ തക്കവണ്ണം വീതിയുള്ള ഒരു തോട് ഉണ്ടാക്കി. 4-ാമത്തെ ഒരുക്കം. പിന്നെ അവൻ വിറക് അടുക്കി. വിറക് കൊണ്ടുവന്ന് അടുക്കി. വിറകൊക്കെ നേരത്തെ കൊണ്ടുവന്ന് വെച്ച് കാണും. വിറക് കൊണ്ടുവന്ന് അടുക്കി. കാളയെ ഖണ്ഡം ഖണ്ഡമായി നുറുക്കി വിറകിൻ മീതെ വെച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ചു. അബ്രഹാമിന്റെ ആരാധനയ്ക്ക് 4 ക്രമീകരണം ഉള്ളെങ്കിൽ ഏലിയാവിന്റെ ആരാധനയ്ക്ക് 8-ലധികം ക്രമീകരണങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുക്കങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? 4 തൊട്ടി വെള്ളം വായിച്ചു.
വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും മറ്റൊരു നേരത്തെ ഒരു ആരാധനക്കാരുടെ ആരാധന കഴിഞ്ഞ് അവരങ്ങ് എഴുന്നേറ്റതേ ഉള്ളൂ ഇതേ സ്ഥലത്ത്. അതുകൊണ്ട് അവര് പറയരുത് ഇതിന് നേരത്തെ ഇതിന്റെ ചോട്ടിൽ എന്ത് വെച്ചിരുന്നു, തീയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അവർ പറയാതിരിക്കേണ്ടതിന് വേണ്ടി അവരെല്ലാം നോക്കി നിൽക്കെ ഒരു തോടുണ്ടാക്കി അവിടെ ആ 4 തൊട്ടി വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പിനെന്ന് പറഞ്ഞു. 2ാം പ്രാവശ്യം അങ്ങനെ ചെയ്തു. 2ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ 2ാം പ്രാവശ്യം ചെയ്തു. അതിന്റെ ശേഷം 3ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ 3ാം പ്രാവശ്യവും ചെയ്തു. വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി. വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി അല്ലേ? ഒത്തിരി ക്രമീകരണങ്ങൾ. ഞാൻ അത് ബാക്കി വായിക്കുന്നില്ല. ആരാധനയുടെ അവസാനം എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. 38ാം വാക്യം. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും എല്ലാം ദഹിപ്പിച്ചു കളഞ്ഞു. എപ്പോഴാ ദൈവാലയത്തിലെ അല്ലെങ്കിൽ ദൈവത്തിലെ ഹോമയാഗ പീഠത്തിലെ ആരാധന പ്രസാദകരമായി തീർന്നത്? ക്രമീകരണങ്ങളോടുകൂടി അത് ചെയ്തപ്പോഴാ അല്ലെ? ഒരുക്കത്തോടുകൂടി അത് ചെയ്തപ്പോഴാ, ഒരുങ്ങേണ്ട പോലെ ഒരുങ്ങി അത് ചെയ്തപ്പോഴാ, ഹൃദയശുദ്ധിയോടുകൂടി അത് ചെയ്തപ്പോഴാ, വിശുദ്ധിയോടുകൂടി അത് ചെയ്തപ്പോഴാ, വേർപാടോടുകൂടി അത് ചെയ്തപ്പോഴാ. അതാ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 4 കാര്യങ്ങൾ നമ്മൾ അബ്രഹാമിന്റെ ആരാധനയിലും നമ്മൾ കണ്ടു. ഒന്ന്, ആരാധന എന്ന് പറയുന്നത് അവൈലബിലിറ്റിയാണ്. ഹിയറയാം, ഞാനിതാ കർത്താവേ എന്ന് പറഞ്ഞ് തന്നെ സമർപ്പിച്ചതാ. 2, താൻ സ്നേഹിക്കുന്നതിനെ യാഗം കഴിക്കാനുള്ള ഒരുക്കം അബ്രഹാമിനുണ്ടായതാ. 3, ദൈവം കാണിക്കുന്നിടത്തേക്ക് പോകാനുള്ള ഒരു വില്ലിങ്നെസ്, ദൈവവചനം കാണിക്കുന്നിടത്ത് ആരാധിക്കാനുള്ള ഒരു വില്ലിങ്നെസ് അബ്രഹാമിനുണ്ടായിരുന്നു. 4, ഒരുക്കത്തോടുകൂടിയാണ് അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു. ദൈവം കാണിക്കുമ്പോൾ, ദൈവം പറഞ്ഞ സമയത്ത് എനിക്ക് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അധികാലത്ത് എഴുന്നേൽക്കണം, വിറകൊക്കെ നേരത്തെ കീറിയെടുക്കണം, കഴുതയെയും വാഹനമായ കഴുതയെയും ബാല്യക്കാരെയും എല്ലാം ഒരുക്കണം എന്നുള്ളൊരു ബോധ്യം അബ്രഹാമിനുണ്ടായിരുന്നു. അതാ കമ്മിറ്റ്മെന്റ്, അവൈലബിലിറ്റി, ട്യൂൺഡ് ലൈഫ് അല്ലേ? ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായ ഒരു ട്യൂൺഡ് ലൈഫ്, ദൈവത്തിലേക്ക് എപ്പോഴും ശ്രദ്ധിക്കുന്നതായ ഒരു ട്യൂൺഡ് ലൈഫ് തനിക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവം അബ്രഹാമിന്റെ ആരാധനയിൽ പ്രസാദിക്കാനായിട്ടിടയായി തീർന്നത്. നമ്മുടെ ആരാധന എങ്ങനെ ഇരിക്കുന്നു എന്ന് മറ്റാരെയുമല്ല, നമ്മെ തന്നെ ഒന്ന് പരിശോധിപ്പാൻ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 5-ാം വാക്യം വായിക്കാം. അവിടെ ആരാധനയിൽ ആവശ്യമുള്ള 5-ാമത്തെ കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ആരാധനയിൽ വിശുദ്ധിയും വേർപാടും വേണമെന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്നതാണ് അബ്രഹാമിന്റെ ആരാധന. ആരാധനയിൽ വിശുദ്ധി വേണം, ആരാധനയിൽ വേർപാട് വേണം അല്ലേ? ഇത്രയും നേരം അബ്രഹാം ആരോടുകൂടിയാ സഞ്ചരിച്ചത്? കഴുതയോടും ബാല്യക്കാരോടും കൂടെയാണ് അബ്രഹാം സഞ്ചരിച്ചത്. ഇപ്പോൾ അബ്രഹാം 5-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ അബ്രഹാം എന്താ ചെയ്യുന്നത്? നേരത്തെ 4-ാം വാക്യത്തിൽ 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. ഏത് സ്ഥലം? അബ്രഹാം ദൈവം തന്നോട് യാഗം കഴിക്കാനായിട്ട് പറഞ്ഞ സ്ഥലം അബ്രഹാമിന് അറിയാം അല്ലേ? ദൂരത്ത് നിന്ന് അബ്രഹാം കണ്ടു. 3 ദിവസം എടുത്തു. അയ്യോ പാസ്റ്റർ, ഞങ്ങൾക്ക് അത്രയും ദൂരേന്ന് വരണ്ടേ? അയ്യോ, ഞങ്ങൾക്ക് അങ്ങ് പൂജപ്പുരേന്ന് വരണം. സ്വന്തം കാറേലാ വരുന്നേ അല്ലേ? അയ്യോ, ഞങ്ങൾക്ക് അങ്ങ് പേരൂർക്കടയെന്ന് വരണ്ടേ? അബ്രഹാമിനെ നോക്കി 3 ദിവസം ഉണ്ടെങ്കിൽ എവിടെ വരെ പോവാം? നമുക്ക് ഡൽഹി വരെ പോവാം അല്ലേ? ഡൽഹി വരെ പോവാം. ഇന്നത്തെ കാലത്ത് ഇനി നടന്നാണെങ്കിലും എറണാകുളം വരെയൊക്കെ പോവാം. 3 ദിവസം കൊണ്ട് നടന്നാൽ എറണാകുളത്ത് എത്തുകയല്ലേ? എത്തും അല്ലേ? നിൽക്കാതെ നടന്നാൽ കഴുതപ്പുറത്താണെങ്കിലും കോട്ടയം അല്ലെങ്കിൽ എറണാകുളം വരെയും പോകാം. അബ്രഹാം 3 ദിവസം എടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ ഡിസ്റ്റൻസ്. അയ്യോ, എനിക്കിത്രയും ദൂരെ നിന്ന് എല്ലാ മീറ്റിങ്ങിനും വരാൻ പറ്റുകയില്ല അല്ലേ? നമ്മൾ പറയുന്ന എക്സ്ക്യൂസാണ്. ഞാൻ പറയുന്ന എക്സ്ക്യൂസാണ്. വില്യം പാസ്റ്റർക്ക് അവിടുന്ന് അങ്ങോട്ട് കയറിയാൽ പോരെ, എനിക്ക് ഇവിടുന്ന് ഈ മണ്ണന്തല കേരളാതിഥ്യപുരത്തുനിന്ന് പോണ്ടേ? ഞാൻ പറയുന്ന എക്സ്ക്യൂസാണ്. നിങ്ങൾ പറയുന്നില്ല അല്ലേ? അബ്രഹാമിനെ നമുക്ക് നോക്കാം. അബ്രഹാം 3 ദിവസം എടുത്തു. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരാധനയിൽ വിശുദ്ധിയും വേർപാടും വേണം അല്ലേ?
അവിടെ മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ. കഴുതയെ എങ്ങോട്ട് കൊണ്ടുപോയില്ല? ആരാധനാ സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ല അല്ലേ? കഴുത എന്തിനെ കാണിക്കുന്നതെന്നറിയാമോ? അനുദിന ജീവിത ഭാരത്തെ കാണിക്കുന്നതാണ് കഴുത. അനുദിന ജീവിത ഭാരത്തെ കാണിക്കുന്നതാ കഴുത. കഴുത ഭാരം ചുമക്കുന്ന വസ്തുവാണല്ലോ. ഭാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കഴുതയുടെ പിക്ചർ നമ്മുടെ മനസ്സിൽ വരും അല്ലേ? നമ്മൾ പലപ്പോഴും ആരാധനയ്ക്ക് വരുന്നത് കഴുതയും കൊണ്ടാ അല്ലേ? ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ സംഭവിച്ചതായ ഭാരം മുഴുവൻ തലയിലേറ്റിക്കൊണ്ടാണ് ആ കഴുതയും കൊണ്ട് ആ കഴുതയുടെ പുറത്ത് കയറിയാ നമ്മൾ ആരാധനയ്ക്ക് വരുന്നത്. എന്നാൽ അബ്രഹാം കഴുതയെ ദൂരത്ത് നിർത്തി. വേർപാട്. ദൈവത്തെ ഹൃദയത്തിൽ നിന്ന് ആരാധിക്കണമെങ്കിൽ, ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ, വിശുദ്ധിയിൽ ആരാധിക്കണമെങ്കിൽ, ദൈവത്തെ സ്തുതിക്കേണ്ടതുപോലെ സ്തുതിക്കണമെങ്കിൽ, ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കണമെങ്കിൽ അനുദിന ജീവിത ഭാരത്തെ എല്ലാം മാറ്റിവെക്കുക. സാമ്പത്തിക ഭാരങ്ങളെ, കടഭാരങ്ങളെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ, ശാരീരിക രോഗങ്ങളെ, ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ, അതിനെയെല്ലാം മാറ്റി നിർത്തിയിട്ട് ഇന്ന് ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നത് എൻ്റെ കർത്താവിന് എന്നെ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവിനെ ആരാധിക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടെ, വിശുദ്ധിയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. ബാല്യക്കാര് കാണിക്കുന്നത് ലോക സ്വഭാവത്തെയാണ്. ലോക സ്വഭാവത്തെ, ലോകത്തിന്റെ താല്പര്യങ്ങളാണ് ബാല്യക്കാര് കാണിക്കുന്നത്. അനുദിന ജീവിതത്തിലെ ഭാരത്തെയും ലോക സ്വഭാവത്തെയും അബ്രഹാം മാറ്റി നിർത്തിയിട്ട് ആരാധനക്കാരായിരിക്കുന്ന അബ്രഹാമും ഇസാക്കും തനിയെ ആ മലയിലേക്ക് കയറി പോകുന്നതായ ഒരു പിക്ചർ എനിക്ക് നിങ്ങൾക്ക് നൽകി തരുന്നത് എന്താണെന്നറിയാമോ? ലോകത്തെയും അനുദിന ഭാരത്തെയും എല്ലാം മാറ്റിവെച്ചിട്ട് വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ ദൈവത്തെ ആരാധിപ്പാനായിട്ട് നമുക്ക് കഴിയണം. വേർപാടിന്റെ ഉപദേശം ഇന്ന് ആരും പറയാറില്ല, ആരും പ്രസംഗിക്കാറില്ല അല്ലേ? വേർപാട് ആവശ്യമാണ്. എന്തിനാ വേർപാട്? വേർപാട് അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെഖരിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചപ്പോൾ 3:4 ഇടയ്ക്ക് ഓർത്തപ്പോൾ അതും കൂടെ പറയാൻ, കഴിഞ്ഞ പ്രാവശ്യം പറയാൻ വിട്ടുപോയതാണ്. സെഖരിയാവ് 3:4 അവിടെ നമ്മളൊരു വസ്ത്രം കണ്ടു. മഹാപുരോഹിതനായ യോശുവ ധരിക്കുന്നതായ വസ്ത്രം നമ്മൾ കണ്ടു. സെഖരിയാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം. യോശുവയുടെ വസ്ത്രം എങ്ങനെയുള്ളതായിരുന്നു എന്ന് അന്ന് നമ്മൾ കണ്ടത്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച യോശുവ അല്ലേ? മഹാപുരോഹിതന്റെ വസ്ത്രം ഏറ്റവും വെണ്മയുള്ളതാകണം, എന്നാൽ യോശുവയുടെ വസ്ത്രം ഏറ്റവും മുഷിഞ്ഞതായിരുന്നു. വായിച്ചോ 4. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന്. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവിനെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് നീക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എന്നെയും നിങ്ങളെയും കർത്താവ് ധരിപ്പിച്ചത് എന്താണെന്നറിയാമോ? ഈ ഉത്സവ വസ്ത്രം. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അല്ലേ? ആ ഉത്സവ വസ്ത്രമാണ്. എന്തിനാ ഈ ഉത്സവ വസ്ത്രം ധരിക്കുന്നത്? ഒരു ചടങ്ങിന് പോകാനാ വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ ഒരു ചടങ്ങിന് ക്ഷണിക്കപ്പെട്ടവർക്കാണ് ഈ ഉത്സവ വസ്ത്രം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ഒരു ചടങ്ങിന് പോകാനായിട്ട് വിളിക്കപ്പെട്ടവർക്ക് ധരിക്കാനുള്ളതാണ് ഈ ഉത്സവ വസ്ത്രം. ആ ചടങ്ങ് ഏതാണ്? ഒരു കല്യാണം അല്ലെ? ഒരു വിശേഷ വസ്ത്രമാണ്. അവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. വായിച്ചേ, വെളിപ്പാട് 21:2. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി. ഒരുങ്ങി എന്നുള്ളത് ശ്രദ്ധിച്ചോണം. ഒരുങ്ങി, ഭർത്താവിനായി മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്. സ്വർഗം ഇല്ല എന്നൊക്കെ വിശ്വസിക്കുന്ന പലരും കാണും. സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ? അതുകൊണ്ട് നമുക്കിവിടെ വായിക്കാൻ സാധിക്കുന്നത്, പിന്നെ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ടിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്. നമ്മളെ അല്ലേ? നമ്മളാ മണവാട്ടി. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും എല്ലാം മണവാട്ടികളാണ്. ആ മണവാട്ടിയെ ധരിപ്പിക്കുന്നതാണ് നേരത്തെ സഖരിയാവ് കണ്ടതായ ആ വിശേഷ വസ്ത്രം.
അവിടെ സക്കരിയാവിൽ നമ്മൾ കണ്ടതായ ആ വസ്ത്രം മണവാട്ടിക്ക് ധരിക്കാനുള്ളതാണ്. അത് മണവാട്ടിക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മണവാട്ടി ഒരുങ്ങുന്നത്? ഒരു വിവാഹത്തിന് വേണ്ടിയാ. 19-ാം അധ്യായത്തിന്റെ 7-8, വെളിപ്പാട് 19-ന്റെ 7-8 വായിച്ചേ. വെളിപ്പാട് 19-ന്റെ 7-8. നാം സന്തോഷിച്ചുല്ലസിക്കുക. സക്കരിയാവിലും നമ്മൾ വായിച്ചത് അതാ 2:10 സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നതും അത് തന്നെയാണ്. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവന്റെ കാന്ത ആരായി? കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട കാന്ത. എത്ര പേരുണ്ട് ആ കാന്തയായിരിക്കുന്ന ആ സഭയിൽ? യെസ്, ഞാനും നിങ്ങളുമാണ് ആ കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി സ്വർഗത്തിൽ പോകാനായിട്ട് യാഥാർത്ഥ്യമായ, മിഥ്യയല്ലാത്തതായ ഒരു യഥാർത്ഥ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് മണവാളനോടുകൂടെ നിത്യവാസം ചെയ്യാനുള്ളതായ ആ കല്യാണത്തിൽ അവനോടുകൂടെ അവന്റെ മണവാട്ടിയായി വാസം ചെയ്യാനുള്ള കാന്ത എന്ന് പറയുന്നത് പുതിയ നിയമസഭയാണ്. അതുകൊണ്ട് സന്തോഷിച്ചുല്ലസിച്ച് ഘോഷിക്കുക. സക്കരിയാവ് 2:10 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചതും അത് തന്നെയാണ്. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. ഇതാ ഞാൻ വരുന്നു. ഇന്ന് പകൽക്കാലവും ഈ ആരാധനയുടെ മധ്യേയും കർത്താവ് എന്നോട് നിങ്ങളോടും പറയാനായിട്ടിടയായി തീരുന്നത് ഞാൻ വരുന്നു. വായിച്ചോ, അതിന്റെ താഴോട്ട് വായിച്ചോ. വെളിപ്പാട് 19:7 അല്ലേ വായിച്ചോ, 8 വായിച്ചു. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അല്ലേ? ഉത്സവ വസ്ത്രം. സക്കരിയാവ് കണ്ടത് ഉത്സവ വസ്ത്രമാണെങ്കിൽ യോഹന്നാൻ കാണുന്നത് വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. അല്ലേ? വിശുദ്ധന്മാരുടെ, ഞാനും നിങ്ങളും ചെയ്യുന്ന നീതി പ്രവർത്തികൾ നമുക്ക് രക്ഷിക്കപ്പെടാനായിട്ടിടയായി തീർന്നത്, നമ്മുടെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനിടയായി തീർന്നത്, കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ള നിത്യസത്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പാപത്തെ ഉപേക്ഷിച്ച് കർത്താവിനെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് അവൻ്റെ കൽപ്പന പ്രമാണിച്ച് വെള്ളത്തിൽ അവനെ സാക്ഷീകരിച്ച് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് ദൈവകൃപയിൽ ദൈവത്തെ വിശുദ്ധിയിലും നീതിയിലും ആരാധിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ധരിക്കുന്നതായ, ദൈവം നമ്മെ ധരിപ്പിച്ചിരിക്കുന്നതായ ആ വിശേഷ വസ്ത്രം. ഇവിടെ യോഹന്നാൻ കാണുന്നത് ആ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തി തന്നെ. പിന്നെ അവരോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ. ആമേൻ. എല്ലാവരും ക്ഷണിക്കപ്പെട്ടവരെ ആകണമെന്ന് ഇല്ല. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, കർത്താവേ, എനിക്ക് ആ ക്ഷണം ലഭിച്ചിട്ടുണ്ടോ? ഞാൻ ആ വിശേഷ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് വിശുദ്ധിയിലും വേർപാടിലുമാണോ? വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് ആ കുഞ്ഞാടിന്റെ കല്യാണത്തിൽ പങ്കെടുത്ത് ആ സ്വർഗീയ സിയോനിൽ നിത്യമായ സ്വർഗത്തിൽ വാസം ചെയ്യാനായിട്ട് ആ താല്പര്യത്തോടുകൂടെ കടന്നു പോകുന്നവരാണോ ഞാനും നിങ്ങളും? അതിനുവേണ്ടി കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. സമയച്ചുരുക്കം കൊണ്ട് ഞാൻ വീണ്ടും അബ്രഹാമിൻ്റെ യാഗത്തിലേക്ക്, അബ്രഹാമിൻ്റെ ആരാധനയിലേക്ക് മടങ്ങി പോവുകയാണ്. 1, അബ്രഹാം അവൈലബിൾ ആയിരുന്നു. ആരാധന എന്ന് പറയുന്നത് സമർപ്പണമാണ്. 2, നാം സ്നേഹിക്കുന്നതിനെയാണ് ദൈവത്തിന് യാഗം കഴിക്കേണ്ടത്. 3, ദൈവം കാണിക്കുന്നിടത്താണ്, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, ദൈവ വചനപ്രകാരമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. 4, ആരാധനയ്ക്ക് ഒരുക്കം ആവശ്യമാണ്. അബ്രഹാമിൻ്റെ ആരാധനയിലും ഏലിയാവിൻ്റെ ആരാധനയിലും ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു. 5, ആരാധനയിൽ വിശുദ്ധിയും വേർപാടും വേണം. ഇവിടെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ,
ബാല്യക്കാരോട് പറഞ്ഞു. അവരെ കൊണ്ടുപോയില്ല, കഴുതയെ കൊണ്ടുപോയില്ല, ജീവിതഭാരത്തെ ആരാധനയിലേക്ക് കൊണ്ടുപോയില്ല, ആ പ്രയാസത്തെ കൊണ്ടുപോയില്ല. അതിനെയെല്ലാം മാറ്റി നിർത്തിയിട്ട് ആരാധനയ്ക്ക് കടന്നു വന്നത് എൻ്റെ ദൈവത്തെ സ്തുതിക്കണം, എൻ്റെ ദൈവത്തെ ആരാധിക്കണം, എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കണം, എൻ്റെ ദൈവത്തിന് ആ മഹത്വവും സ്തുതിയും അർപ്പിക്കുവാനായിട്ടിടയായിത്തീരണം. കാരണം അവൻ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ്റെ അവസാന തുള്ളി രക്തവും എൻ്റെ പാപത്തിന് മറുവിലയായി അവൻ ഏൽപ്പിച്ചു കൊടുത്ത് എന്നെ വീണ്ടെടുത്തു. എന്നെ ആ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ആ യോഗ്യതയുള്ളവനാക്കിയത് കൊണ്ട് എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞ് ആ വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ കഴുതയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് അബ്രഹാം ആരാധനയ്ക്കായിട്ട് ആ മലയിലേക്ക് കയറിപ്പോയത്. ഇനി 6-ാം വാക്യം, 22:6. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് എടുത്ത് തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. ആരാധകർ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 5 കാര്യങ്ങൾ നമ്മൾ കണ്ടു. 6-ാമത്തേത്, ആരാധകർ എങ്ങനെയായിരിക്കണം? അവർ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കാൻ കഴിവുള്ളവരായിരിക്കണം, അല്ലേ? തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. അവിടെ നമ്മൾ അതാ വായിച്ചത്. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു തൻ്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു, തീയും കത്തിയും താൻ എടുത്തു. അവർ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവര് ആയിരുന്നു. എല്ലാം കൂടെ അബ്രഹാം എടുത്തില്ല, എല്ലാം കൂടെ ഇസ്ഹാക്കിന്റെ തലയിലും വെച്ചില്ല. പിന്നെ എങ്ങനെയാ പോയത്? അവർ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമത്ത്, അല്ലേ? നമുക്ക് പരസ്പരം തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമക്കാനായിട്ട് ഇടയായിത്തീരണം. സമയക്കുറവുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിൻ്റെ 6-ാം വാക്യത്തിൽ തന്നെ അവിടെ നമ്മൾ പിന്നീട് വായിക്കുന്നു, തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. ആരാധകർ തമ്മിൽ ഐക്യത ഉണ്ടായിരിക്കണം. തമ്മിലൊത്തിട്ടല്ലാതെ ആർക്കും അറിയില്ലേ ആ വാക്യം? തമ്മിലൊത്തിട്ടല്ലാതെ നടക്കാൻ, ഇല്ലേ? ഒരുമിച്ച് നടക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന വാക്യമാണ്. ആരാധകർ തമ്മിൽ ഐക്യത ഉണ്ടായിരിക്കണം. ഐക്യതയ്ക്ക് വിഘാതമായി നിൽക്കുന്ന എല്ലാറ്റിനെയും എറിഞ്ഞു കളയണം, പുറകിൽ കളയണം, അല്ലേ? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ആരാധന നോക്കിയേ. അബ്രഹാം ഹോമയാഗത്തിൽ വിറകെടുത്തു, തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു, തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് അവർ ഒരുമിച്ച് നടക്കുകയാണ്. അതിനിടയ്ക്ക് അവരുടെ കൂടെ കഴുതയുണ്ടായിരുന്നു, ബാല്യക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ കഴുതയെയും ബാല്യക്കാരെയും ദൂരെ നിർത്തി ആരാധനക്കാർ 2 പേരും മാത്രമാണ് പോകുന്നത്. അവരിരുവരും ഒന്നിച്ച് നടന്നു. 7-ാം വാക്യം, അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിലുള്ള ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. 2 പ്രാവശ്യം ആവർത്തിച്ച് ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് ആരാധനക്കാർ നടക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. 2 പ്രാവശ്യം ഈ അധ്യായത്തിൽ 2 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന 2 കാര്യമുള്ളൂ. ഒന്ന്, അബ്രഹാമിന്റെ മറുപടി ഹിയർ ഐ ആം. അത് 2 പ്രാവശ്യം ഈ അധ്യായത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. 2-ാമത്തേത്, ഇരുവരും ഒന്നിച്ചു നടന്നു എന്നുള്ളത് 6-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും ആവർത്തിക്കപ്പെടുന്നതായ കാര്യമാണ്. അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അല്ലേ? ദൈവത്തോട് കൂടെ നടന്നു. അബ്രഹാമും ഇസ്ഹാക്കും ഒരുമിച്ച് നടന്നു. 2 ആരാധകനക്കാരും 2ആയിട്ടല്ല നടന്നത്, അവർ ഒരുമിച്ച് നടന്നു, ഐക്യതയോടെ നടന്നു. ഇസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്, തീയും വിറകുമുണ്ട്, ഇസ്ഹാക്ക് ഇതിനു മുമ്പുള്ള യാഗങ്ങൾ കണ്ടിട്ടുണ്ട്. ഇസ്ഹാക്കിനറിയാം ഒരു ആട്ടിൻകുട്ടിയോ ഒരു പ്രാവോ എന്തെങ്കിലും യാഗവസ്തു വേണമെന്നുള്ള ഇസ്ഹാക്കിനറിയാം. ഇസ്ഹാക്ക് ചോദിക്കുന്നു, അബ്രഹാം പറയുകയാണ്, ദൈവം ഹോമയാഗത്തിലുള്ള ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ. യഹോവ ഇരേ, ദൈവം കരുതിക്കൊള്ളും. ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ മധ്യേ പലവിധ ഭാരങ്ങളിൽ പ്രയാസപ്പെടുന്നവരോടും ദൈവത്തിന്റെ വചനം പറയുന്നത്, യഹോവ ഇരേ, കരുതുന്നവനായ ദൈവമാണ്. നമ്മൾ നാളെ ഓർത്ത് വിചാരപ്പെടണ്ട, നമ്മൾ നാളെ ഓർത്ത് ഭാരപ്പെടണ്ട. യഹോവ തനിക്കുള്ള ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ കരുതുവാൻ മതിയായവനാണ്. അവൻ കരുതുന്നവനായ ദൈവമാണ്. അവൻ കരുതും, അവൻ നമുക്ക് വേണ്ടത് ഒരുക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ ഒരുമിച്ച് നടക്കാനായിട്ട് ഇടയായിത്തീരണം. അതിന് വിഘാതമായി നിൽക്കുന്ന എല്ലാറ്റിനെയും ഉപേക്ഷിപ്പാനായിട്ട് ഇടയായിത്തീരണം. അവരിരുവരും ഒന്നിച്ച് നടന്നു. 1-ാം നൂറ്റാണ്ടിലെ ആരാധനയും അപ്പോസ്തലന്മാരുടെ കാലത്തെ ആരാധനയും അങ്ങനെയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 32-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 4:32 വേഗം വായിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. 5-ാം അധ്യായം 12-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 5:12. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. അതാണ് അതിന്റെ കാരണം അല്ലേ? സമയം കഴിഞ്ഞല്ലോ, ഞാൻ നിർത്തുകയാണ്. കഴിഞ്ഞ ദിവസം സുനിത വില്യംസ് കേരളത്തിൽ വന്നു അല്ലേ? സുനിത വില്യംസിനെ നമുക്കെല്ലാം അറിയാമല്ലോ. ബഹിരാകാശ സഞ്ചാരിയായിരിക്കുന്ന സുനിത വില്യംസ് ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് സഞ്ചരിച്ച് റെക്കോർഡുള്ളതായ സുനിത വില്യംസ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്നു. സുനിത വില്യംസ് മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും താമസിക്കുന്നത് ഇൻ എ വൺ പ്ലാനറ്റ്. നമ്മളൊരു പ്ലാനറ്റിലാണ് നമ്മളെല്ലാവരും താമസിക്കുന്നത്. അത് അമേരിക്കൻ ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും ഏഷ്യൻ ആണെങ്കിലും ആഫ്രിക്കൻ ആണെങ്കിലും വി ആർ ലിവിങ് ഇൻ എ വൺ പ്ലാനറ്റ്. വി ആർ ഹാവിങ് വൺ എയർ. നമുക്കെല്ലാവർക്കും ഒരേ വായുവാണ് ലഭിക്കുന്നത്. വി ആർ ഡ്രിങ്കിങ് വൺ വാട്ടർ. ഒരേ ജലമാണ് അമേരിക്കക്കാരനും ഇന്ത്യക്കാരനും ആഫ്രിക്കക്കാരനും ലഭിക്കുന്നത്. നമ്മൾ എന്തിനാണ് വഴക്ക് കൂടുന്നത് അല്ലേ? നമ്മൾ എന്തിനാണ് വഴക്ക് കൂടുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. നമ്മളെല്ലാവരും ഒരേ പ്ലാനറ്റിൽ ജീവിക്കുന്നവരാണ്, ഒരേ ശ്വാസം എടുക്കുന്നവരാണ്, ഒരേ വെള്ളം കുടിക്കുന്നവരാണ്, ഒരേ പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ്, ഒരേ രീതിയിൽ ജീവിച്ച് ഒരുപോലെ മരിച്ചു പോകേണ്ടവരാണ്. നമ്മൾ എന്തിനാ വഴക്ക് കൂടുന്നത്? സുനിത വില്യംസ് ആളുകളോട് ചോദിച്ചു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, അബ്രഹാമിൻ്റെ ആരാധന എങ്ങനെയുള്ളതായിരുന്നു? അവൻ സമർപ്പണമുള്ള ആരാധനയായിരുന്നു. 2, നാം സ്നേഹിക്കുന്നതിന് യാഗം കഴിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് അബ്രഹാമിൻ്റെ ആരാധന. 3, ദൈവവചനം കാണിക്കുന്നിടത്താണ് നമ്മൾ ആരാധിക്കേണ്ടത്. 4, ആരാധനയിൽ ഒരുക്കം ആവശ്യമാണ്. 5, ആരാധനയിൽ വിശുദ്ധിയും വേർപാടും വേണം. കാരണം നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ദർ ഇസ് എ ഹെവൻ. സ്വർഗമുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. സ്വർഗമുണ്ടെങ്കിൽ ഒരു നരകവുമുണ്ട്. ആ സ്വർഗത്തിലേക്ക് പോകുവാൻ വിളിക്കപ്പെട്ടവരായ നമ്മൾ ആ അനുദിന ജീവിത ഭാരത്തെ എല്ലാം മാറ്റി നിർത്തി നമുക്ക് വിശേഷ വസ്ത്രം തന്ന, ഉത്സവ വസ്ത്രം തന്ന ആ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് നമ്മെ ക്ഷണിച്ച് നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ ആ കല്യാണത്തിന് എനിക്ക് എത്തിപ്പെടണം. യെസ്, ഈ ലോകത്തിലെ ആ പാട്ടുകാരൻ പാടുന്ന പോലെ മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല. ഈ മണ്ണിന് വേണ്ടി, ഈ സ്ഥാനത്തിന് വേണ്ടി, ഈ മാനത്തിന് വേണ്ടി എനിക്ക് ലഭിക്കാൻ പോകുന്ന ആ സ്വർഗീയ മാണിക്ക് ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ആരാധകർ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരായിരിക്കണം. ആരാധനയിൽ ആരാധകർ തമ്മിൽ ഐക്യത വേണം. അവരിരുവരും ഒരുമിച്ച് നടന്നു. യെസ് കഥാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരുമിച്ച് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിന് വിഘാതമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചുറ്റും വരുന്നു. കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. കഴിവതും കഥാവെ ഞങ്ങൾ സ്നേഹിക്കുന്നതിന് യാഗം കഴിച്ച് ഒരുമിച്ച് മുന്നേറുവാൻ, ഒരേ ലക്ഷ്യത്തോടെ മുന്നേറുവാൻ കഥാവെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരും വിശേഷ വസ്ത്രം ധരിച്ച് കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് പോകുന്നവരായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.